ബി ജെ പി വളർന്നേ എന്നൊക്കെ പാടിക്കൊണ്ട് നടക്കുന്നവർ ചില യാഥാർത്ഥ്യങ്ങൾ അറിയുക. ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല. 2020 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ വോട്ടിംഗ് ശതമാനം മാത്രം പരിശോധിച്ചാൽ മതി, BJP എന്നത് ഉണ്ടംപൊരിയായി മാറിയിട്ടുണ്ട്. ഒരു കോർപ്പറേഷൻ കിട്ടി, കോൺഗ്രസ്സുകാരെ ചാക്കിലിറക്കി കോൺഗ്രസ്സുകാർക്ക് നിയമസഭായം കൊടുക്കാമെന്നുള്ള നിലയ്ക്ക് തലസ്ഥാനത്തെ ഒരു കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ളത് വസ്തുതയാണ്. എങ്ങനെ? ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരുന്ന ഒരു കോർപ്പറേഷനെ കോൺഗ്രസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിടിച്ചു, സമ്മതിച്ചു. പക്ഷെ എന്ന് കരുതിക്കൊണ്ട് ഇവർക്ക് 2020 അപേക്ഷിച്ച്, കാര്യം ഒരു കുതിച്ചുചാട്ടം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ BJPയുടെ നേട്ടം അസൂയാവഹമായിരിക്കണം. ആണോ? ഒരു കോർപ്പറേഷൻ പിടിച്ചു, വസ്തുത തന്നെ. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ സാന്നിധ്യവും ഉണ്ടാക്കി, അതും വസ്തുത തന്നെ. പക്ഷേ എത്ര ജില്ലാ പഞ്ചായത്തുകളിലുണ്ട്? ജില്ലാ പഞ്ചായത്തുകളിൽ ഇല്ല, വട്ടപൂജ്യമാണ്. അതും നിൽക്കട്ടെ. കോർപ്പറേഷൻ കഴിഞ്ഞിട്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നാൽ എത്ര മുനിസിപ്പാലിറ്റി അവർക്ക് കിട്ടി? പന്തളം കയ്യിൽ നിന്ന് പോയി, ഇടതുപക്ഷം പിടിച്ചെടുത്തു. അറിയാലോ, ശബരിമല ഇരിക്കുന്ന അതേ പന്തളം രാജകൊട്ടാരം ഇരിക്കുന്ന അതേ പ്രദേശം ഇടതുപക്ഷം വിജയിച്ചു. അവിടെ നിന്ന് വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട്. ശബരിമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആരൗട്ടായി? സംഘപരിവാർ ഔട്ടായി. അവർ തിരിച്ചു വന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അതിനവർ എല്ലാ കാലത്തും കോൺഗ്രസിനോട് കടപ്പെട്ടവരായിരിക്കും, അവരുടെ കൺകണ്ട ദൈവമായിരിക്കും. കോൺഗ്രസ്സുകാർക്ക് ഇതോടുകൂടി ഒരു റീത്തെടുത്ത് ആദരാഞ്ജലി വെച്ചിട്ട് അവരെ ചവിട്ടി മാറ്റിയിട്ട് തലസ്ഥാനത്ത് കോൺഗ്രസിന് മുന്നിലേക്ക് BJP വരാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു വിജയം സമ്മാനിച്ചതിലൂടെ കോൺഗ്രസ്സുകാർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം. ഒരു കണക്ക് കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് 2024 ഇപ്പോൾ തൊട്ട് മുന്നേ ആണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് BJPക്ക് എന്തോ കുതിച്ചുചാട്ടം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വോട്ടിംഗ് കണക്കൊന്ന് നോക്കാം. അതായത് ഇക്കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇവർ 4 മണ്ഡലങ്ങളുടെ കാര്യമാണ് എടുത്തു പറയുന്നത്. അതായത് കഴക്കൂട്ടം, തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവും, ഒപ്പം തന്നെ കോവളം കൂടിയുണ്ട്. തിരുവനന്തപുരം നഗരസഭ എന്ന് പറഞ്ഞാൽ ഈ 5 വാർഡുകളാണ്. അതിൽ കോവളത്തിന്റെ കുറച്ചേ ഉള്ളൂ. ഈ വാർഡുകളിലെല്ലാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വമ്പൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കി. ആ കുതിച്ചുചാട്ടം എന്തിലും കാണണം, അതേപടി ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കാണണ്ടേ? അവിടെയാണല്ലോ ഈ കുതിച്ചുചാട്ടം നമ്മൾ അംഗീകരിക്കേണ്ടത്. അതിൽ നിങ്ങൾക്കൊരു കണക്ക് പറഞ്ഞുതരാം. അതായത് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ 28 വാർഡുണ്ട്. ആ മണ്ഡലത്തിൽ BJPക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് നിങ്ങൾക്കറിയോ? 50,444. മൊത്തത്തിൽ 50,444 വോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം. അതായത് രാജീവ് ചന്ദ്രശേഖരൻ മത്സരിച്ച സന്ദർഭത്തിൽ ഈ കഴക്കൂട്ടത്തു നിന്ന് അവർ പിടിച്ചെടുത്ത വോട്ട് 50,444. ആ സന്ദർഭത്തിൽ LDFന് എത്ര വോട്ട് കിട്ടിയെന്നറിയോ? 34,382. ശ്രദ്ധിക്കുക, 34,832 വോട്ടാണ് കഴക്കൂട്ടത്ത്. ലോക്സഭയിൽ വലിയ തിരിച്ചടി നേരിട്ട സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് കുറഞ്ഞ് 34,382 ആയി. ഈ സന്ദർഭത്തിൽ UDFന് എത്ര വോട്ട് കിട്ടിയെന്നറിയോ? 39,602. കണക്കുകൾ കൃത്യമായിട്ട് നോക്കിക്കൊള്ളണം. അത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ, അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്ക് എത്തിയപ്പോൾ കൂടി കണക്ക് കേൾക്കുമ്പോഴാണ് നിങ്ങൾ ഞെട്ടിപ്പോകുന്നത്. കഴക്കൂട്ടത്ത് BJPക്ക് 40,072 കുറഞ്ഞു. നേരത്തെ 50,444 വോട്ടിൽ നിന്ന് 10,000 വോട്ടോളം ആർക്ക് കുറഞ്ഞിട്ടുണ്ട്? തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ BJPക്ക് കുറഞ്ഞു. എന്നിട്ടാണ് അവർ എന്ത് നേടിയിരിക്കുന്നത്? ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ LDFന് എത്ര വോട്ട് കിട്ടിയെന്നാണ്. LDFന് ലോക്സഭയിൽ കഴക്കൂട്ടത്ത് 34,382 വോട്ടായി കുറഞ്ഞത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 41,382 വോട്ടായിട്ട് ഉയർന്നു. എത്ര? 34,382 നിന്ന് 41,981 വോട്ട്. അപ്പോൾ BJPയുടെ കുതിച്ചുചാട്ടമുണ്ടായോ? അവിടെ ഏറ്റവും കൗതുകകരമായ ഒരു കാഴ്ചയും കൂടി നിങ്ങൾ കേൾക്കണം. UDFന് എത്ര വോട്ട് കിട്ടിയെന്ന് നിങ്ങൾക്കറിയണ്ടേ? നേരത്തെ 2004 ലോക്സഭ 6 മാസം മുന്നേ 39,802 വോട്ട് കിട്ടിയിരുന്ന UDFന് ഇപ്പോൾ കിട്ടിയ വോട്ട് എത്രയെന്നറിയോ? 29,908. എത്ര? 29,908. UDFന്റെ 10,000 വോട്ട് കാണാനില്ല. BJPയിലേക്ക് പോയ 10,000 വോട്ട് എവിടെ കൂടിയെന്ന് നിങ്ങൾ കണ്ടതാണ്. പക്ഷേ കോൺഗ്രസിന്റെ 10,000 വോട്ട് എങ്ങോട്ട് പോയി എന്ന് നിങ്ങൾ ആലോചിക്കുന്നിടത്ത് ഏകദേശം 20ഓളം വാർഡിൽ
10 വോട്ടിനോ 100 വോട്ടിനകത്താണ് പല വിജയങ്ങളും ഉണ്ടായിരിക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് കഴക്കൂട്ടത്തെ 14 സീറ്റുകൾ നേടിയതിൻ്റെ ചരിത്രം നിങ്ങൾക്ക് അപ്പോൾ ബോധ്യപ്പെട്ട് കാണും. ഒരു കണക്കൂടി നിങ്ങൾ കേൾക്കണം. തിരുവനന്തപുരം നഗരത്തിൻ്റെ കാര്യം നിങ്ങൾ അറിയണം. ലോക്സഭയിൽ BJPക്ക് 43,755, ഇടതുപക്ഷത്തിന് 27,076, UDFിനോ 48,296 വോട്ട് കിട്ടി. ആർക്ക്? ശശി തരൂരിനാണ്. നിങ്ങൾ ചിന്തിക്കുക, ശശി തരൂരിന് 48,296 വോട്ട് കിട്ടി. അത് നേരെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നോക്കൂ, ഇടതുപക്ഷത്തിന് 27,076 കിട്ടിയത് 40,666 ആയിട്ടുള്ള കുതിച്ചുചാട്ടം ആ വോട്ടിലുണ്ടായി. BJPക്ക് അത് 43,755 നിന്ന് 34,450 കുറഞ്ഞു. 43,755 നിന്ന് 34,450 കുറഞ്ഞു. UDFിന് 33,544 എത്രയിൽ നിന്ന്? 48,296 വോട്ട് ലോക്സഭയിൽ കിട്ടിയ UDF ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ അവരുടെ വോട്ട് 33,544. 15,000 വോട്ട് എവിടെ? ആ 15,000 വോട്ടാണ് BJPയുടെ സ്ഥാനാർത്ഥിമാർ ആഘോഷമായിട്ട് കൊണ്ട് നടക്കുന്നത്. ഇതുപോലെ തന്നെയാണ് വട്ടിയൂർക്കാവിലും നേമത്തും കോവളത്തും. കണക്കുകൾ നോക്കുമ്പോൾ ആയിരക്കണക്കിന് വോട്ടുകളാണ് 6 മാസത്തിനകം. BJPക്ക് സ്വാഭാവികമായി വോട്ട് കുറയുന്നിടത്ത് UDFിന്റെ വോട്ട് കൂടി കുറഞ്ഞതിന് ശേഷം BJP വിജയിക്കുന്നു. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഡീല് നടന്നു. സതീശനും സംഘവും സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ആശാസമരവേദിയിൽ ഒരുമിച്ചിരുന്ന് സമരം ചെയ്തത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവർ ആവശ്യപ്പെടുമ്പോൾ EDയെ കൊണ്ടുവരുന്നത് എങ്ങനെയെന്നുള്ളൊരു മാജിക്ക് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും പെട്ടെന്നൊരു ED വന്നു. ആർക്ക് വേണ്ടി? രാഹുൽ മാങ്കാണ്ടിയുടെ പീഡന കേസ് കത്തി നിൽക്കുന്ന സമയത്ത് പിണറായി വിജയനെതിരെ ഇതാ ED നോട്ടീസ് എന്ന് മനോരമയിൽ വാർത്ത പ്രത്യക്ഷപ്പെട്ടു. എവിടെ നിന്നൊക്കെ ചിന്തിക്കാൻ കഴിയുന്നെങ്കിൽ ചിന്തിക്കേണ്ടതാണ്. അതറിഞ്ഞു വേണം ഇനി പ്രവർത്തിക്കേണ്ടത്. ഈ നാട്ടിൽ ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വരുന്നത് BJPയും കോൺഗ്രസിനെയും അല്ലെങ്കിൽ സുഡാപ്പികളെയൊന്നും വെവ്വേറെയല്ല, ഒരുമിച്ച് നേരിടേണ്ട അവസ്ഥയാണ്. അതിനുവേണ്ടിയാണ് ആയുധങ്ങൾ കോപ്പുകൂട്ടേണ്ടതെന്ന് പറയേണ്ടി വരികയാണ്.